നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ഒരു പക്ഷേ സ്ഥിരമായി പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ടാവും. ചില സന്ദർഭങ്ങളിൽ ചില ആളുകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. അയാളത് അറിയല്ല, ആ മനുഷ്യനത് അറിയല്ല. പക്ഷെ നമ്മുടെ പ്രാർത്ഥനയിൽ ആരുണ്ട്? അയാളുണ്ട്. അത് നമ്മുടെ സുഹൃത്താകാം, നമ്മുടെ സഹോദരന്മാരാകാം, നമ്മുടെ അയൽവാസിയാകാം, നമ്മുടെ അടുത്ത ബന്ധുക്കളാകാം, ആരും ആകാം. നമ്മൾ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനക്ക് അള്ളാഹു വളരെ പെട്ടെന്ന് ഉത്തരം നൽകുമെന്നാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു. ദഅവത്തുൽ മർഇൽ മുസ്ലിം ലി അഖീഹി ബിളഹിൽ ഗൈബി മുസ്തജാബതൻ. ഒരാളുടെ അസാന്നിധ്യത്തിൽ ഒരു മനുഷ്യൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് മുസ്തജാബതൻ, വളരെ പെട്ടെന്ന് ഉത്തരം ലഭിക്കുന്ന പ്രാർത്ഥനയാണ്. عند رأسه ملك مؤكل كلما دعا لأخيه بخير قال الملك المؤكل به آمين ولك بمثل. നമ്മൾ ഓരോ പ്രാവശ്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യന്റെ ശിരസിന്റെ ഭാഗത്ത് ഏർപ്പെടുത്തപ്പെട്ട ഒരു മാലാഖയുണ്ട്. ആ മാലാഖ ഓരോ സമയത്തും നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റൊരാൾ നമുക്ക് വേണ്ടി എന്താണോ പ്രാർത്ഥിക്കുന്നത് ആ സമയത്തൊക്കെ മലക്ക് പറയും ആമീൻ, പടച്ചവനെ ഈ പ്രാർത്ഥനക്ക് നീ ഉത്തരം നൽകണം റബ്ബേ. അവിടെ അവസാനിച്ചില്ല, വലക ബിമിത്ലി, ഈ പ്രാർത്ഥിച്ചയാൾക്കും അതുപോലെയുള്ളത് നൽകണം റബ്ബേ. നമ്മൾ നമ്മുടെ സഹോദരന് വേണ്ടി, സുഹൃത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പടച്ചവനെ അയാളുടെ കച്ചവടം, അയാളുടെ ബിസിനസ്, പടച്ചവനെ അതിന് നീ എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകണം റബ്ബേ. എന്നൊരു കച്ചവടക്കാരൻ വേറൊരു കച്ചവടക്കാരന് വേണ്ടി പ്രാർത്ഥിക്കണമെങ്കിൽ എത്രത്തോളം ഇയാളുടെ മനസ്സ് വിശാലമാകണമെന്ന് ആലോചിച്ചു. കാരണം അയാളോട് കുശുമ്പില്ല, ഒരു അസൂയില്ല, ഒരു ദേഷ്യമല്ല. പക്ഷെ നമ്മൾ അയാൾക്ക് വേണ്ടി അങ്ങനെ പ്രാർത്ഥിക്കുമ്പോ അള്ളാന്റെ മലക്ക് ആമീൻ എന്ന് പറയും. എന്ന് മാത്രമല്ല, മലക്ക് പറയും പടച്ചവനെ ഈ പ്രാർത്ഥിച്ചയാൾക്കും ഇത് നീ നൽകണം റബ്ബേ. അപ്പൊ അതെന്തിനാണെന്നറിയും? അത് മനുഷ്യ ജീവിതത്തിലെ ബന്ധങ്ങൾ കൂടി പ്രാർത്ഥനയിലൂടെ സുദൃഢമാകും എന്നതാണ്. സുദൃഢമാകും. നമ്മൾ നമ്മുടെ സുഹൃത്തിന് വേണ്ടി പടച്ചവനെ അവന്റെ കുടുംബ ജീവിതത്തിൽ നീ എല്ലാവിധ റഹ്മത്തും ബറക്കത്തും നൽകണം റബ്ബേ എന്ന് പ്രാർത്ഥിക്കും മലക്ക് ആമീൻ. പടച്ചവനെ ഇയാളുടെ കുടുംബ ജീവിതത്തിലും നീ ഖൈറും ബറക്കത്തും നൽകണം റബ്ബേ എന്നാണ്. അപ്പൊ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന സുഹൃത്തുക്കൾ തമ്മിൽ അസൂയ ഉണ്ടാവില്ല. കാരണം എന്താ? അയാളുടെ ജീവിതത്തിൽ നന്മ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാ? ഇവന്റെ പ്രാർത്ഥന കൊണ്ടാണ്. എങ്ങനെ അസൂയ ഉണ്ടാകുക? അപ്പൊ പ്രാർത്ഥന എന്നത് ഒരു മനുഷ്യന്റെ മനസ്സിനെ ശുദ്ധമാക്കുന്ന ഒന്നുകൂടിയാണ്. അതാണ് അല്ലാഹു റസൂൽ പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് നമ്മുടെ അസാന്നിധ്യത്തിൽ നമുക്ക് വേണ്ടി മറ്റൊരാൾ പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ മറ്റൊരാളുടെ അസാന്നിധ്യത്തിൽ അയാൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മുടെ ജീവിതത്തിൽ ചില ഗുണങ്ങൾ, ചില നന്മകൾ ഒക്കെ ഉണ്ടാകേണ്ടി വരും. ചില സമയത്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി വസിയത്ത് ചെയ്യേണ്ടി വരും. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രവാചകനോട് പറഞ്ഞു, പ്രവാചകരെ ഞാൻ ഉംറക്ക് പോകുകയാണ്, ലാ തൻസനാ യാ ഉഖയ്യ മിൻ ദുആഇക്, എന്റെ പൊന്നു സഹോദരാ, അല്ലാഹുവിന്റെ റസൂൽ പറയാണ് നിന്റെ പ്രാർത്ഥനയിൽ നീ എന്നെ മറക്കരുത് കേട്ടോ. ആര്? അല്ലാഹുവിന്റെ റസൂൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. നമ്മളപ്പോ അതിനൊരു ഇടങ്ങറൊന്നും വേണ്ട, ഞാനൊന്ന് ഉംറക്ക് പോകാൻ, ഞാനൊന്ന് ഹജ്ജിന് പോകാൻ, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തേക്ക് പോകാൻ ദുആ ചെയ്യണം കേട്ടോ. ആത്മാർത്ഥമായി നമ്മളിപ്പോ ഉംറക്കോ ഹജ്ജിന് പോകുന്ന ഒരാൾക്ക് വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയക്കാന്ന് വിചാരിക്കാം. വെറുതെ പ്രാർത്ഥിക്കണം കേട്ടോ എന്നല്ല, കാര്യത്തിൽ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. നിങ്ങൾ ആ തവാഫ് ഇങ്ങനെ ചെയ്യുമ്പോഴേ, സഅയ് ഇങ്ങനെ ചെയ്യുമ്പോഴേ കുറെ ആളുകളെ കുറിച്ച് നിങ്ങളുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരും. അവരുടെ കൂട്ടത്തിൽ എന്റെ പേരും കൂടി വരണട്ടോ, സ്വർഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കണട്ടോ. നമ്മളൊന്നും മനസ്സിൽ തട്ടി അയാളോട് പറഞ്ഞാൽ അയാൾ മനസ്സിൽ തട്ടി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥന അള്ളാഹു വളരെ പെട്ടെന്ന് കേൾക്കുമെന്നതാണ്. അപ്പൊ വിശ്വാസികൾ തമ്മിലുള്ള അടുപ്പം ദൃഢീകരിക്കാൻ പ്രാർത്ഥന എന്നത് കാരണമായി തീരും.